ഈ ഒരു മെസ്സേജ് കണ്ടോ നിങ്ങൾ? എൻ്റെ ഫീൽഡിലിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെയുള്ള മെസ്സേജുകൾ കുറച്ച് അധികമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റുഡൻസ് തന്നെയാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ ബ്രാൻഡ് തുടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞി കഥ ഇവിടെ പറയാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് തന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് കഥയിലോട്ട് പോകാം, അതാവും നന്നാവുക. ഓക്കെ, അങ്ങനെ മൈ ഓൺ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. എനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്ന് എനിക്ക് കാര്യമായിട്ട് തോന്നുന്നത്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. എൻ്റെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു. 18ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ഓൺ ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നേരെ കൊച്ചിയിലോട്ട് വണ്ടി കയറി. അവിടുന്ന് ഞാൻ സ്റ്റോക്കൊക്കെ എടുത്തു. ഏകദേശം ഒരു 10,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. അതിൽ ഒരു സാധനം പോലും വിറ്റയക്കാൻ എനിക്ക് സാധിച്ചില്ല. വോവൻ വണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ പേജ് ആ ഒരു ടൈമിൽ തന്നെ അടച്ചു പൊട്ടി 10,000 രൂപ എനിക്ക് നഷ്ടം വന്നു. പിന്നെ പറയണോ, 19ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ എനിക്കൊരു ട്രോമ ഏജ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നു, ഫാമിലി ഇഷ്യൂസ് വന്നു, പിന്നെ ജോബ്ലെസ് ആയിരുന്നു, സേവിങ്സ് ഉണ്ടായിരുന്നില്ല, ഏർണിങ്സ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ എൻ്റെ സ്റ്റഡീസും കണ്ടിന്യൂ ചെയ്ത് പോകണമായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. സത്യം പറഞ്ഞാൽ അന്നൊന്നും ആരും കൂടെ നിൽക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആ ഒരു ടൈമിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ജോബ് എൻക്വയറീസ്, അതായത് എങ്ങനെ പറഞ്ഞാൽ കുറേ ഫേക്ക് ജോബ് എൻക്വയറീസ് ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈമായിരുന്നു അത്. അങ്ങനെ അതിലൊക്കെ ഓൾമോസ്റ്റ് കുറേ എണ്ണത്തിലൊക്കെ ഞാൻ പോയി ചാടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പഠിക്കുകയും ചെയ്തു, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പഠിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ എനിക്കൊരു ജോബ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ജോലി അന്വേഷിച്ച് എനിക്ക് 20 വയസ്സായി. ഈ 20 വയസ്സായപ്പോഴാണ് കേട്ടോ ഞാനൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി സെക്കൻഡ് പാർട്ടിലിടാട്ടോ, അപ്പോൾ വെയിറ്റ് ചെയ്തോ.